പഴയ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില കൂട്ടുകാർക്ക് നമുക്ക് വീടുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ സ്പൈഡർമാൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതും കാണാൻ പറ്റുന്നതായിരിക്കും. അകത്തും ഒക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ കിട്ടുന്നതൊക്കെ എങ്ങനെയാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്പൈഡർമാൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനിപ്പോൾ വേറൊരു രീതിയിലാക്കി ഞാൻ കാണിച്ചു തരാമെന്നാണ് നിങ്ങൾ ക്ലിയറായിട്ട് മുമ്പിൽ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് എൻ്റെ വാട്സപ്പ് ചാനൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചാനൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ആ ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്യണം. ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കോളും ചെക്കേറ്റോടെ ഇരുന്നത് എൻ്റെ ചെടിയിലൊക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്. ആ ലിങ്ക് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലോപ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം സ്പൈഡർമാൻ എന്ന ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്പൈഡർമാൻ എന്ന ടൈപ്പും കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്ക് അടിക്കുക. പ്ലേ സെക്ഷൻ കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും വെളിയിലോട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പോകാം. അവിടെ നിന്ന് ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മേളിൽ ചാർജൊക്കെ ആയോ ഇല്ലയോ അല്ലെങ്കിൽ ഫുള്ളാണെന്നൊക്കെ അറിയേണ്ട സ്ഥലത്ത് നെറ്റിൻ്റെ വൈഫൈയുടെ ഒരു ചിഹ്നം കാര്യങ്ങൾ എന്നിട്ട് വേണം നിങ്ങൾ മറ്റേ പ്ലേ സ്റ്റോർ ചെയ്യാൻ. അതാണ് ഗെയിമിലേക്ക് നെറ്റ് വന്നുകൊണ്ടിരിക്കണേന് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കണേന് നെറ്റ് ആവുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ബാക്ക് അടിച്ച് പേസ്റ്റ് വിട്ട് കാര്യങ്ങളൊക്കെ പേസ്പെടും കാര്യങ്ങൾക്ക് ഒക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ആ ചിഹ്നം വന്നിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. നിങ്ങൾക്ക് ആ ചിഹ്നം വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേസ്പെടും കാര്യങ്ങളൊക്കെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് 5-10 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ നേരെ VAN1 ടൈപ്പ് ചെയ്യാം. VAN1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ സ്പൈഡർമാൻ്റെ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് VA1 എന്ന് കാണിക്കാം. VA1 എന്ന് കാര്യങ്ങൾ കഴിയുമ്പോൾ ആ ഫ്ലോപ്സ് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റീസ്റ്റർ കാര്യങ്ങൾ അതിന് പറ്റുന്ന നെറ്റ് മാസ്റ്റേഡ് ഓഫ് ഒടുക്കത്തെ ആഡും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്കിപ്പം ഇതുപോലെ സ്പൈഡർമാൻ്റെ ഇത് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അവിടെ നിന്ന് നിങ്ങൾ നേരെ ഈ ലിങ്ക് അങ്ങനെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പൈഡർമാൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് എനിക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം VAN2 എന്നടിക്കാം, അല്ലെങ്കിൽ 1 എന്ന് തന്നെ അടിക്കാം. 1 എന്ന് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പോകും. ഇവിടെ ഇപ്പോൾ ഞാൻ വേറൊരു ഫോട്ടോ സെലക്റ്റും കാര്യങ്ങളൊക്കെ ചേർന്നു. വേറെ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം VA1 എന്ന് അടിക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോ വന്നില്ല. ജസ്റ്റ് ഞാൻ മാറ്റിയൊരു VAN2 അടിക്കുന്നു. 2 എന്ന് അടിച്ച് കഴിയുമ്പോൾ ശേഷം ഞാൻ അത് ആ സെയിം നേരത്തെ അടിച്ച ഫോട്ടോ തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് VA2 എന്ന് അടിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഫോട്ടോ വന്നില്ല. അതിൻ്റെ വ്യത്യാസം കാരണം ഏതെങ്കിലും ഫോട്ടോ എടുത്താൽ ചിലപ്പോൾ ആ ലിങ്കിൽ തന്നെ ഏതൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ആർമിയുടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഗെയിമിലേക്ക് ടൈറ്റാനിക് എന്ന ഒരു ഷിപ്പ് നിങ്ങളുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റാനിക്കിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അവിടെ നിങ്ങൾ നേരെ എടുക്കുക, കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ ലിങ്ക് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റീസ്റ്റാർട്ട് അടിച്ചതിന് ശേഷം ഫ്ലോപ്പ് സെലക്ട് ചെയ്യും. ഞാനൊരു ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ പോകുന്നതിന് ശേഷം ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓണും കാര്യങ്ങളൊക്കെ ആക്കേണ്ടതാണ്. മസ്റ്റായിട്ട് ഓൺ ആക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈറ്റാനിക് വർക്ക് ആവത്തില്ല. ജസ്റ്റ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അവിടെ ഒരു വൈഫൈയുടെ ചിഹ്നം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത ഒരു ഇത് കഴിയണവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ചെയ്ത ഹൗസിൻ്റെ ഇത് എനിക്ക് മാറ്റണം. ആ ലിങ്ക് പേസ്റ്റ് ചെയ്തത് എനിക്ക് മാറാൻ വരെ ജസ്റ്റ് 5-10 സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഞാൻ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ മറ്റേ പ്ലേസ് ബട്ടൺ കാര്യങ്ങളൊക്കെ നെക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ പ്ലേസ് ബട്ടൺ കാര്യങ്ങളൊക്കെ നെക്കിയിട്ട് എന്തായാലും ആവും
ചെയ്യണം. എന്നാൽ മാത്രമേ ചിലപ്പോൾ അത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആവണേ വേണ്ടിയിട്ട് ഇത്തിരി മറ്റേ സ്ലോ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഗെയിമിൻ്റെ ആളെ മൊബൈലിൻ്റെ സൈഡ് ബട്ടൺ നിങ്ങളൊക്കെ ഇങ്ങനെ ചാർജ് ഫുള്ളായി കാണാൻ പറ്റും. അതൊക്കെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് കണ്ടിട്ട് കാണാൻ പറ്റും. ഫേസ്ബുക്ക് അങ്ങനെ നോക്കിയത് 5-10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ടൈറ്റാനിക്കിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ സമയം വയ്യാറായി. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു, ടേക്ക് കെയർ.